ലച്ചു ഇതെന്താ ഇവിടെ എന്താണ് പരിപാടി? ഞാൻ അവിടെ വിളിച്ചിട്ട് എന്നെ കണ്ടില്ല. ഞാൻ ദേ വെറുതെ ഫോൺ നോക്കിയിരിക്കുകയായിരുന്നു. ഫോണും നോക്കിയിരിക്കുന്നു. എന്താ ഫോണിൽ ഇത്ര പ്രത്യേകത? ഫോണിൽ എന്താ എനിക്ക് ഇത്ര പ്രത്യേകത? ഫോണിൽ പ്രത്യേകത ഉണ്ടായിട്ടല്ലെന്നേ, ഞാൻ ഒരു കുട്ടിയുടെ സ്റ്റോറി വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റോറിയാ? അതായത് ഈ പെണ്ണുങ്ങളൊക്കെ എന്തൊക്കെ പ്രതീക്ഷിച്ച ഒരാളെ കല്യാണം കഴിക്കുന്നതെന്നറിയോ? ഒരു പുതിയൊരു ഫാമിലിയിലോട്ട് ചെല്ലുന്നില്ല, ആ ഒരാളെ പ്രതീക്ഷിച്ചല്ലേ. എന്തൊക്കെ പ്രതീക്ഷിച്ചായിരിക്കും ചെല്ലുന്ന ഒരു ഫാമിലിയിലോട്ട്? എടാ, പെണ്ണുങ്ങൾക്ക് മാത്രം, ആണുങ്ങളും പ്രതീക്ഷയുണ്ട്. അത് മനസ്സിലാക്കി. അങ്ങനെയല്ല, ആണുങ്ങൾക്കുണ്ടെങ്കിൽ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചൊരു ആണിന്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പം പുതിയൊരു സാഹചര്യത്തിൽ ചെല്ലുന്നത് ആക്ച്വലി ഈ ഒരാളെ പ്രതീക്ഷിച്ചല്ലേ. അപ്പം അതിനനുസരിച്ചൊരു കെയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ. ഇതൊന്നും അങ്ങനൊന്നും ഇല്ല. പെണ്ണുങ്ങളെ ഒറ്റ ഒരു കാര്യം മെയിനായിട്ട് ആണുങ്ങൾ പ്രതീക്ഷിക്കാറുള്ളൂ. എന്താണെന്നറിയോ? എന്താ? ക്യാഷ്. വെറുതെ അല്ല നന്നാവാത്ത നാട്. ഇങ്ങനത്തെ വൃത്തികെട്ട ചിന്താഗതി കൊണ്ടിരുന്ന എവിടെ നാട് നന്നാവാന്? ഇങ്ങനെയുള്ള ഓരോ കേസസ് കൂടുന്നത് ഇങ്ങനത്തെ വൃത്തികെട്ട ചിന്താഗതി ഉള്ള ആളുകളുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചിന്തയെന്നാണോ നീ പറഞ്ഞത്? പിന്നെ അല്ലാണ്ട് ഞാൻ പറയുന്ന ക്യാഷ് എന്തർത്ഥം നീ മനസ്സിലാക്കിയ? ക്യാഷിന് ഒരു ഒറ്റ അർത്ഥമേ ഉള്ളൂ, പൈസ. വേറെ അർത്ഥമൊന്നും അതിനില്ല. അല്ലെങ്കിൽ പണം. തെറ്റി മോളെ, തെറ്റി. ക്യാഷിന് അത് മാത്രമല്ല അർത്ഥം, അങ്ങനെ ഒരു അർത്ഥമുണ്ട്. അതല്ല ശരിക്കും അതേ ഉള്ളൂ ജീവിതത്തിൽ വരുമ്പോൾ അർത്ഥം. അതല്ല. സി എന്താണ്? സി എന്താ? ക്യാഷിന്റെ സ്പെല്ലിംഗ് ആദ്യം പറഞ്ഞു. CASH ആണല്ലോ. അപ്പൊ സി എന്താണ്? എനിക്കെങ്ങനെ അറിയാം? കെയർ. പുതിയ കണ്ടുപിടുത്തം. എ എന്താണ്? പറയാ. എനിക്കറിഞ്ഞോ, അറിയിച്ചാൽ അഫെക്ഷൻ. എസ്? സിൻസിയറോ അല്ല, സിൻസിയാരിറ്റി. സിൻസിയാരിറ്റി. അപ്പൊ എച്ച് പറ. ഓണസ്റ്റി. ഇത്രയും ഈ 4 വാക്കുകൾ ചേർന്ന് ഷോർട്ട് ഫോം ആണ് ഞാൻ ക്യാഷ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിനിപ്പോ ചന്ദ്രാസലൊക്കെ ബാധയുള്ള ബാധ. പേച്ചേട്ടൻ്റെ ഉദ്ദേശമല്ല ഞാൻ പൊതുവെ ഉള്ളൊരിത് പറഞ്ഞ. മനസ്സിലായി, എന്നെ നോക്കിയാണല്ലോ പറഞ്ഞത്. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ഇപ്പൊ മനസ്സിലായി. എന്നാലും അങ്ങനെയല്ല. അങ്ങനെയല്ല, പലതും അങ്ങനെയല്ല. പക്ഷെ ഇതാണ് മെയിൻ അല്ലേ? ഇതല്ല ശരിക്കും മെയിൻ വേണ്ടത്. പക്ഷെ എല്ലാവർക്കും മനസ്സിലാവുന്നില്ല. അകത്തേക്ക് വാ, എനിക്കൊരു ചങ്ങായി ഇടടോ. ക്യാഷ് വേണോ? തീർച്ചയായിട്ടും വേണം.